ശരിക്കും പറഞ്ഞാൽ കുറേ സമയം ഈ ഒരു വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. പക്ഷേങ്കിൽ എന്തെങ്കിലും ഫ്ലോപ്പ് സംഭവിക്കും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് വന്നിട്ട് ഭയങ്കര ഡിസ്റ്റേബ് ആവുന്ന രീതിയിൽ സൗണ്ട് വന്നിട്ട് നിർത്തി വെക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് സമയം ഒരുപാട് പ്രാവശ്യം ഞാനിത് ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ലാസ്റ്റ്. ഇനി എനിക്ക് ഇത് നിർത്താനോ അല്ലെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടിയോ വരില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നിട്ട് ഈ ഒരു മാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു മാല അപ്പോൾ ഇതുകൂടെ കണക്ട് ചെയ്താൽ മാല കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ നല്ലൊരു നെറ്റ് മോഡൽ വരുന്ന ഒരു അടിപൊളി മാലയാണ്. ഞാനിത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു മാലയെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന രീതിയിൽ ഇവിടെ എവിടെയെങ്കിലും വെക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഓറഞ്ച് കളർ ബീഡാണ്. ഇത് 4mm ബീഡാണ്. ഇത് അതല്ല, അതിനേക്കാളും ചെറിയ ബീഡാണ് കേട്ടോ. പിന്നീട് വേണ്ടത് ഗ്രീൻ കളർ ബീഡാണ് കേട്ടോ. അപ്പോൾ 2 കളർ ബീഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വർക്ക് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കളർ ബീഡ് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഒരു ചെറിയ 3 ബീഡ് വരുന്നുണ്ടോ, ലോക്കറ്റ് പോലെ വരുന്നത് കണ്ടില്ലേ? ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ 3 ബീഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രീൻ ബീഡ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിനിവിടെ വെക്കട്ടെ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനി വേണ്ടത് സൂചി, നൂല്, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൂലെടുക്കാം. കുറച്ച് സ്ട്രോങ്, സേഫ്, സെക്യൂർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നൂലെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോട്ടൺ ത്രെഡാണ്. കുറച്ച് ലെങ്ത്തിൽ എടുക്കുക, അതിലേക്ക് സൂചി കോർക്കുക, എന്നിട്ട് ഒരു ബീഡ് കോർക്കാം. ഒരു ബീഡ് എന്തിനാണ് കോർക്കുന്നതെന്ന് വെച്ചാൽ ചുമ്മാ, സത്യമായിട്ടും ചുമ്മയാണ് കേട്ടോ, വെറുതെ കോർത്ത് വെക്കുന്നതാണ്. വെറുതെ അല്ല, ഇപ്പം ആവശ്യമുണ്ട്, ലാസ്റ്റിൽ നമുക്ക് അഴിച്ചു മാറ്റണം. അതിനു മുമ്പേ ഇത്രയും ഭാഗം നമ്മൾ ബാലൻസ് വെച്ചിട്ട് ഇതിനെ ചുമ്മാ ഇവിടെ ഒന്ന് കെട്ടി വെക്കുക. അവസാനം അഴിച്ചു മാറ്റേണ്ടതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു റഫായിട്ടുള്ളൊരു കെട്ട് മതി കേട്ടോ. റഫായിട്ട് ഒരു കെട്ട് കെട്ടാം. ഇനി ഇതിലേക്ക് ബീഡ് കോർക്കാം. ഇപ്പോൾ ബീഡ്സ് കോർക്കുമ്പോൾ 17 ഓറഞ്ച് ബീഡും 3 ഗ്രീൻ ബീഡും വേണം. അപ്പോൾ മൊത്തം 20 ബീഡ് കേട്ടോ. അപ്പോൾ ഒരേ ബീഡ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, ഒരേ കളർ എടുക്കുന്നവർക്കാണെങ്കിൽ മൊത്തം 20 ബീഡ് കോർക്കണം. ഓക്കെ, അപ്പോൾ താഴെ വേറെ കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ലാസ്റ്റത്തെ 3 കളറാക്കാം. ലാസ്റ്റത്തെ 3 നിങ്ങൾ ഏതാണോ കളർ എടുക്കുന്നത് ആ ഒരു കളറ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 20 ബീഡ് കോർക്കട്ടെ. കോർത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. 20 ബീഡ് ഇവിടെ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ചുമ്മാ അല്ല, ആവശ്യമുണ്ടാവും നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇത് വന്നിട്ട് ലാസ്റ്റത്തെ ആ 3 ബീഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ബീഡ് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. പിന്നെ ഒരു 7 ബീഡ്, 2, 4, 6, 7 ബീഡ്, ഒരു ബീഡ്, 7 ബീഡ്, ഒരു ബീഡ്. ഇതേ മെത്തേഡ്. ഇത് ജസ്റ്റ് നിങ്ങൾ ഓർമ്മയിൽ ജസ്റ്റ് വെച്ചോ. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കും. പക്ഷേ ഇതിൽ കുറച്ച് കഴിയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എത്ര വീടായിരുന്നു എടുത്തത് ഓർമ്മയില്ലല്ലോ എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ എൻ്റെ വീഡിയോ ഒന്നുകൂടി കാണാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, 1 7 1 7 1, ലാസ്റ്റത്തെ 3. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ 1 7 1 7 1. ഓക്കെ, 2 7ഉം അതിൻ്റെ അപ്പുറത്തായിട്ട് ഓരോന്നും 3. വെറുതെ ഓർമ്മയിലവിടെ വെച്ചോ കേട്ടോ, എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ വരാതിരിക്കണം. ഓക്കെ, മൊത്തം എന്തായാലും 20 ബീഡ്, 17 ഓറഞ്ച് ബീഡ്, 3 ഗ്രീൻ ബീഡ്. ഇനി വന്നിട്ട് ഈ 3 ഒഴിവാക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് 1 ആ ഒരു 1 ഇതിനെ കോർക്കാം. അപ്പോൾ 3 കഴിഞ്ഞിട്ട് 4-മത്തതിലേക്ക് ഇതിനെ കോർക്കാം. അപ്പം വർക്ക് ചെയ്യുമ്പോഴും നൂല് ടൈറ്റ് ചെയ്ത് വെക്കണം, ലൂസാവരുത്. അപ്പോൾ ടൈറ്റ് ചെയ്തിട്ട് കോർത്ത് വെച്ചു. ഇതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ബീഡ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മുടെ മാലയുടെ വലുപ്പവും മാറ്റം വരും. പക്ഷേങ്കിൽ എണ്ണമൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഇതിൽ. ഓക്കെ,
1 കഴിഞ്ഞു. അടുത്ത വന്നിട്ട് 7 എടുക്കണം. 1 2 3 4 5 6 7. 7 കഴിഞ്ഞിട്ട് എട്ടാമത്തതിലേക്ക് കോർക്കണം. അതിനു മുമ്പായിട്ട് 7 ബീഡ് കോർക്കണം. 7 ബീഡ് കോർത്തിട്ടുണ്ട്. കണ്ടോ? 7 ബീഡ് കോർത്തു. അതിനെ ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടുന്ന് 8ാമത്തെ ബീഡിലേക്ക് ഈ ഒന്നല്ല കേട്ടോ, ഇതിൽ നമ്മൾ ഓൾറെഡി കോർത്തു കഴിഞ്ഞു. അതല്ലാതെ 8ാമത്തെ ബീഡിൽ 1 2 3 4 5 6 7 8 ഈ 8ാമത്തെ ബീഡിലേക്ക് ഒരു ബീഡിലേക്ക് കോർക്കാം. ഓക്കെ, ഇതേപോലെ വന്നു. വീണ്ടും 7 ബീഡ് കോർക്കാം. അപ്പോൾ മനസ്സിലായില്ലേ ഞാൻ തുടക്കത്തിൽ 7 പറഞ്ഞ എന്താന്ന്? അപ്പോൾ ഈ 7 പിന്നെ നമ്മൾ മൈൻഡിൽ എപ്പോഴും അവിടെ നിന്നോളും. അപ്പോൾ 1 7 1 7 1 എന്ന് തുടക്കത്തിൽ പറഞ്ഞതുകൊണ്ടാണ് 7 7 7 എന്ന് പറഞ്ഞത്. അതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 7 ബീഡ് കോർക്കണം. ഇതാ അടുത്ത 7 ബീഡ് 2 4 6 7 കാണുന്നില്ലേ? ആ 7 ബീഡ് കോർക്കാം. എന്നിട്ട് ഇവിടുന്ന് 5 6 7 കഴിഞ്ഞിട്ട് 8ാമത്തതിലേക്ക് കോർക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് ബാലൻസ് വരും കേട്ടോ. നമ്മൾ ആദ്യം കെട്ടി വെച്ചില്ലേ, അതാണ്. ഇതേപോലെ 8ാമത്തതിലേക്ക് കോർക്കാം. ഇങ്ങനെ വന്നു. ഇങ്ങനെ വന്നതിന് ശേഷം വീണ്ടും 7 ബീഡ് കോർക്കാം. ഏഴ് ബീഡ്. ഇനി ഫുള്ളായിട്ടും 7 ബീഡ് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സ്റ്റാർട്ടിങ്ങുള്ളത് മാത്രമേ കൺഫ്യൂഷനുള്ളൂ കേട്ടോ, പിന്നെ മനസ്സിലാവും. 7 ബീഡ് എടുത്തതിന് ശേഷം ഇവിടെ 4ാമത്തെ ബീഡിൽ കോർക്കണം. 4ാമത്തെ ബീഡിൽ കോർക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ട ഇപ്പുറം 3 ബീഡ് ബാലൻസ് വരണം, ഇപ്പുറം 3 വരണം. 4ാമത്തത് അതിനാണ് 7 എടുത്തത്. അപ്പോൾ 6 6 കഴിച്ചിട്ട് ബാക്കി 1 വരില്ലേ? ആ ഒരു സെൻറ്ററിൽ വരുന്ന 1ലേക്ക് കോർക്കാം. ഇതേപോലെ കോർക്കാം, ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വരും. ഇങ്ങനെ വന്നതിന് ശേഷം വീണ്ടും 7 ബീഡ് കോർക്കാം. 2 4 6 7. എന്നിട്ട് ഇവിടെയുള്ള 7 എണ്ണത്തിൽ സെൻറ്ററിൽ കോർക്കാം. 3 എണ്ണം ഇപ്പുറത്തെ സൈഡിൽ 3 എണ്ണം ഉണ്ടായിരിക്കണം കേട്ടോ. ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ടുള്ളത് കോർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 7 എടുക്കുന്നത്. 7 എടുത്തു കഴിഞ്ഞാൽ 7ൻ്റെ സെൻറ്ററിൽ നമ്മൾ 4ാമത്തതാണ് വരിക കേട്ടോ. മനസ്സിലായോ? 3 ബീഡ് 4ാമത്തെ ബീഡിൽ കോർക്കണം. 3 ബീഡ് ബാലൻസ് വേണം. ഇവിടെയും 7 എണ്ണം എടുക്കണം. അപ്പോൾ ഞാൻ 2 കളറായിട്ട് എടുക്കുന്നത് കൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ 4 ബീഡ് ഈ കളർ എടുക്കണം. ലാസ്റ്റത്തെ 3 ബീഡ് ഗ്രീൻ കളർ എടുക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ 3 ബീഡ് ഞാൻ കോർത്തു, 4 ബീഡ് കോർത്തു. ലാസ്റ്റത്തെ 3 ബീഡ്. അപ്പോൾ മൊത്തം 7 ബീഡ് ഇതേപോലെ കോർത്തെടുത്തു. എന്നിട്ട് ഇവിടുന്ന് 4ാമത്തതിലേക്ക് തിരിച്ചു പോവാം. ടൈറ്റ് ചെയ്യണം. ഓക്കെ, ഇതേപോലെ വന്നു. 7 ബീഡ് എടുക്കാം. 7. എന്നിട്ട് ഇവിടുന്ന് 4ാമത്തെ ബീഡിലേക്ക് കോർക്കാം, വലിക്കാം. വീണ്ടും 7 ബീഡ്.
പിന്നെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നില്ലേ, അതിലും സെയിം മെത്തേഡ് തന്നെയാണ്. 3 കഴിഞ്ഞിട്ട് 4-മത്തതിലേക്ക് കോർക്കാം. ഇവിടെ 3 എണ്ണം വരും. ഇതാ ഇതേപോലെ വരും. വീണ്ടും ഇവിടെ 7 എണ്ണം കോർക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബീഡ് ഇവിടെ ഇടട്ടോ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പം. ഒരു എന്തിലെങ്കിലും ഇട്ടിട്ടെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വേഗത്തിൽ കോർക്കാൻ എനിക്ക് കഴിയുന്നത് ഇങ്ങനെയാണ്. 7 എണ്ണം കോർത്തിട്ടുണ്ട്. ഇവിടുന്ന് 3 കഴിഞ്ഞിട്ട് 4-മത്തതിലേക്ക് ടൈറ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും 7, 4 ഓറഞ്ച് ബീഡ്, 3 പച്ച ബീഡ്. കണ്ടോ? എന്നിട്ട് ഇവിടുന്ന് 4-മത്തെ ബീഡിൽ തിരിച്ചു പോവാം. ഇതേപോലെ വരും. ടൈറ്റ് ചെയ്യണം. അടുത്തത് 7 ബീഡ് തന്നെ കോർക്കാം. 2, 4, 6, 7. നാലാമത്തതിലേക്ക് കോർക്കാം. വീണ്ടും 7. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ 7 എണ്ണം കോർക്കുക. എന്നിട്ട് 4-മത്തെ ബീഡിൽ സെൻറ്ററുള്ള ബീഡിലേക്ക് കോർത്തെടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. കുറച്ച് ഇവിടെ ഒരു സ്റ്റാർട്ടിങ്ങിലെ സ്റ്റെപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പിന്നീട് സിമ്പിൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോവാം. ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ഭാഗത്ത് എങ്ങനെ വരുന്നു, അതാണ് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരാം. അപ്പോൾ അവിടെ എത്തിയിട്ട് ഒന്നുകൂടി അവിടെ വരെ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ 3 കഴിഞ്ഞിട്ട് 4-മത്തതിലേക്ക് കൊണ്ടുപോവാം, എടുക്കാം. ഓക്കെ, വീണ്ടും 7 എടുക്കുക. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരിക. ഇതേ മെത്തേഡ് തന്നെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കഴുത്തിന് ഇങ്ങനെ എത്ര വേണം അത്ര എടുക്കുക. ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കട്ടോ. ഏറ്റവും ബാക്കിൽ ഈ ഒരു ഇതിങ്ങനെ വന്നിട്ട് റൗണ്ടിൽ വന്നിട്ട് ഇവിടെ വരെ എത്തുക. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് നെക്ക്, ബാക്കിലെ നെക്ക്, ഷോൾഡർ, ഫ്രണ്ട് നെക്ക് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ വരും. പൊളിയായിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ വേണ്ടവർ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എനിക്ക് വേണ്ടുന്ന അളവ് വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ ഡിയർ, നമ്മൾ അവസാന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ അത്രയും എത്തിയിട്ടില്ല കേട്ടോ. അവിടെ എത്തിയിട്ട് ഞാൻ നിർത്തി വെച്ചു. എനിക്ക് ഇത്രയേ വേണ്ടൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിങ്ങനെ റൗണ്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മുമ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എൻഡ് ചെയ്യുന്നത്. അവിടെ 8 ബീഡ് കോർത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോർത്ത് പോയാൽ ഒരു ബീഡ് അങ്ങ് ഒഴിവാക്കി കളയാം. 6 ബീഡ് കോർത്താൽ വീണ്ടും നമ്മൾ തിരിച്ച് വന്നിട്ട് അവിടെ 7 ബീഡ് കോർക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അങ്ങനെയൊക്കെ സംഭവിക്കും. ഇത് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് 3 കോർത്തു, ഇതിലേ വന്നു ഇവിടെ എത്തി കേട്ടോ. ഓക്കെ, ഇനി വേണ്ടത് ഇവിടെ ചെറിയൊരു ഹൂക്ക് പോലെ ചെയ്തെടുക്കണം. അത് വന്നിട്ട് ബീഡ്സ് കൊണ്ട് തന്നെ ചെയ്യാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീഡ് കോർക്കാം. ഒരു 4 or 5 ബീഡ് കോർക്കാം. ബീഡ്സിൻ്റെ സൈസിനനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണത്തിനും ഡിഫറൻസ് വരും.
ഇവിടെ ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്കിവിടെ 4 ബീഡ് കോർക്കാം. ഓക്കെ, 4 ബീഡ് കോർത്തിട്ട് ഇതിൻ്റെ തൊട്ട താഴെ ഉള്ളതിൻ്റെ ഇതിൻ്റെ ഉള്ളിലൂടെ വരാം. ഇതേപോലെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ചെറിയൊരു റൗണ്ടിലൊരു ഇത് വന്നാണ്ടില്ലേ, കാണുന്നുണ്ടോ? ഇതേപോലെ വരും. അപ്പോൾ സൂചി കഴിഞ്ഞു പോയി, ഞാനൊന്ന് കോർക്കട്ടെ. ഓക്കെ, ഇനി വന്നിട്ട് ഇതിനെ ഒരു കെട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുക. അപ്പോൾ ഈ നൂലിനെ, അപ്പോൾ നൂല് കുറവാണ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടുകയാണ്. സാധാരണ നമ്മൾ കെട്ടില്ലേ അതേപോലെ അങ്ങ് കെട്ടി വെക്കുക കേട്ടോ. അപ്പോൾ കെട്ടി വെക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് കോർത്ത 4 ബീഡ്സിൻ്റെ ഇവിടെ ആയിട്ടാണ് ഞാൻ കെട്ടി വെക്കുന്നത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കാം. ഓക്കെ, ഇതേപോലെ അടുത്ത സൈഡിൽ നമ്മൾ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് നൂല്, അപ്പോൾ അതെടുക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കോർത്ത് വെച്ച ആ ഒരു മുത്തിനെ മാറ്റുക, ഒഴിവാക്കിയിട്ട് ഇതിനെ ഒന്ന് കോർക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് കോർത്തിട്ട് വരാം. ഓക്കെ, ഇനി ഇവിടെയും നമ്മൾ 4 ബീഡ് കോർക്കാം. നേരത്തെ ഇവിടെ ചെയ്തില്ലേ, എൻഡിൽ ചെയ്ത പോലെ തന്നെ 4 ബീഡ് ഇവിടെയും കോർക്കാം. ഇതേപോലെ 4 ബീഡ് കോർത്തിട്ട് ഈ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ വരാം. എന്നിട്ട് ഒരു ചെറിയ റൗണ്ട് പോലെ ആക്കി വെക്കുക. ഇതേപോലെ ചെയ്യാം. കെട്ടി വെക്കുക. ഗമ്മിട്ടിട്ട് ഒട്ടിച്ച് വെക്കാം. അല്ല എങ്കിൽ ഒരു കെട്ട് കെട്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. ഒട്ടിച്ച് വെക്കുന്നില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കെട്ടി വെക്കട്ടെ. കെട്ടി ഇവിടെയുള്ള ബീഡ്സിൻ്റെ ഉള്ളിലൂടെ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തത് ചെയ്യാതിരുന്ന എന്താണെന്ന് വെച്ചാൽ ത്രെഡിന് നീളം ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതേപോലെ 2 ബീഡ്സിൻ്റെ 2-3 ബീഡ്സിൻ്റെ ഉള്ളിലൂടെ തിരിച്ച് വരിക. ഇതേപോലെ നിങ്ങൾക്ക് കുറച്ച് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്യാം. അതേപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ത്രെഡ് ഇനി വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കുറച്ച് ഇതിൻ്റെ മേലെ ഒരു ത്രെഡ് കെട്ടണം. അപ്പോൾ ഞാനത് കെട്ടിട്ടെ എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലും എൻ്റെ ത്രെഡ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല, കണ്ടോ. ഞാൻ ജോയിൻ ചെയ്ത് വീണ്ടും കെട്ടിയിട്ട് അവിടെ നിന്ന് ഇതേപോലെ തന്നെ കോർത്തെടുത്തതാണ്. അപ്പോൾ ജോയിൻ ചെയ്ത് കെട്ടുന്നവർ ശ്രദ്ധിക്കുക, ബീഡ് അതിൻ്റെ ഉള്ളിലൂടെ കയറുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. കെട്ട് വലുതായി പോയാൽ ബീഡ്സ് കോർക്കാൻ കഴിയില്ല, അങ്ങനൊരു കുഴപ്പമുണ്ട്. അപ്പം ഞാൻ ഇവിടെ നൂല് തീർന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കെട്ടി വെക്കുന്നത്. അപ്പോൾ കെട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് നീളത്തിലെടുക്കാം. കട്ട് ചെയ്ത് മാറ്റി ഇനി ഈ നൂലിലേക്ക് കോർക്കാം. ഓക്കെ, ഞാൻ കോർത്തു. എന്നിട്ട് നമ്മളെ ഈ ഒരു ഭാഗമില്ലേ, മേലത്തെ ഭാഗത്തിൽ കൂടെ തിരിച്ചങ്ങോട്ടേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് എത്തണം. അപ്പോൾ ഇതിൽ ഒരു മുത്തിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കാം. ഇത് കുറച്ച് വലിയ നൂലായതുകൊണ്ട്, കട്ടിയുള്ള നൂലായതുകൊണ്ടാണ് ഇവിടെ കെട്ട് കാണുന്നത്. എന്നാലത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ ബോറായി തോന്നില്ല കേട്ടോ.
ഇതേപോലെ ചെയ്യാം. നമ്മൾ കെട്ടിയതിൻ്റെ ബാക്കിയാണ്, അത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഇത് മുഴുവനായിട്ടും കോർത്ത് വരാം. പിന്നെ കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് ഞാനിപ്പോൾ കാണിക്കുന്നതിൽ 15 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ ഒന്നും കഴിയുന്ന ഒരു വർക്കല്ല. കുറച്ച് സമയം എടുക്കും. ഒട്ടുമിക്ക മെറ്റീരിയലും അങ്ങനെ തന്നെയാണ്, കുറച്ച് സമയം എടുക്കും. പക്ഷേ വീഡിയോയിൽ നമുക്ക് അത്രയും സമയം ചെയ്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ കാണുമോ? ഇല്ലല്ലോ. നമ്മൾ പിന്നെ അവിടെ ഇട്ട് പോവില്ലേ. അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ ഭാഗങ്ങൾ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ, പിന്നെ കാണിച്ച് തന്നിട്ടില്ലല്ലോ. സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. സോറി, അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്, സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കോർത്ത് അവസാനം വരെ എത്താം. അത്രയേ ഉള്ളൂ. എന്നിട്ട് എൻഡിൽ കെട്ടി വെക്കുക. എന്നിട്ട് അടുത്തുള്ള കുറച്ച് നൂലിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് പുറത്തേക്ക് പോവാം. എന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്യുക. നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ. അപ്പോൾ ഇതിങ്ങനെ മുഴുവനായിട്ടും കോർത്ത് പോകട്ടോ. അപ്പം ഞാൻ മുഴുവനായിട്ടും കോർക്കട്ടെ. ഓക്കെ, അവസാനം കെട്ടിവെച്ചു. 2-3 ബീഡ്സിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ കുറേ കട്ടി വന്നില്ലേ, 2-3 ത്രെഡില്ലേ അതിൻ്റെ ഉള്ളിൽ, അതാണ് എടുക്കാൻ ബുദ്ധിമുട്ട്. പക്ഷേ ശ്രമിച്ചാൽ പറ്റും കേട്ടോ. ഇതേപോലെ കൊണ്ടുവരാം. കുറച്ച് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കാം കേട്ടോ. ബീഡ്സ് വരുന്ന ഭാഗം കട്ട് ചെയ്യാം. ഇവിടെയും ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ ഇത്രയും ത്രെഡ് ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കെട്ട് ഇവിടെ ഉണ്ടാവില്ല, ഇങ്ങനെ കാണത്തുമില്ല. അയ്യോ, അപ്പോൾ ത്രെഡിന് നീളം കുറഞ്ഞതുകൊണ്ടാണ് അയ്യോ എന്ന് പറയാൻ കാരണം. കുറച്ചധികം സമയം ഞാൻ ഈ ഒരു വർക്കിന് ഇരിക്കുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ വന്ന നൂലിൻ്റെ ഈ പുറത്ത് വന്ന ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ട് അവിടെ ഗമ്മാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നൂല് അതിൻ്റെ ഉള്ളിൽ അങ്ങ് നിന്നോളും, പിന്നെ പുറമേ കാണില്ല കേട്ടോ. ഓക്കെ, ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. അടുത്തത് വന്നിട്ട് കണ്ടോ, അടിപൊളിയല്ലേ. അടുത്തത് ഈ ഒരു സാധനമാണ്. ഇതിന് ഇങ്ങനെ വേണം കേട്ടോ, ഒരു ഹൂക്ക് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്കിതിൽ കുരുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ത്രെഡിൽ ഈ ഒരു ചെറിയൊരു ഹൂക്ക് പോലെ ആക്കിയിട്ടില്ലേ, അതിലേക്ക് കോർക്കുക. അടുത്ത ഭാഗത്തും കോർക്കാം. കോർക്കുന്നല്ല, അതിനെ ഇങ്ങനെ കുടുക്കി വെക്കില്ലേ, കുരുക്കി വെക്ക്, എന്താ പറയുക, അത് തന്നെ. ഇതാ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇന്നത്തെ വർക്ക് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ.